ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ലോഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു, ചോറ് വെച്ചതിന് ശേഷം ഞാനും ഷർഫുഖയും കൂടെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നടന്നു വരുമ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. എന്നിട്ട് വേണം ഇനി എന്തുണ്ടാക്കാൻ, ഷർഫൊക്കെ കൊണ്ടുപോകാനുള്ള കറികളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് ലോക കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടെ സംസാരിക്കാതിരുന്നാൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കുക, വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കും. എന്തിനാണെന്നൊന്നും അറിഞ്ഞിട്ട് എന്നാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മളിനിയിപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും പിന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പലസ്തീനെ കുറിച്ചിട്ടും ഇസ്രായേലിനെ കുറിച്ചിട്ടും എല്ലാം സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടന്നു വരികയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ വന്നതിന് ശേഷം ഞാൻ കുറച്ച് ബാക്കി കറികളുണ്ടാക്കി, ഉപ്പേരി, കറി, മീൻ പൊരിച്ചത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഷർഫുഖാൻ്റെ ടിഫിനൊക്കെ ഒന്ന് സെറ്റാക്കി. എന്നിട്ട് ഷർഫുഖാനെ പറഞ്ഞേക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നടന്ന് വന്നപ്പോഴേക്കും മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത് കാരണം ഇന്ന് എനിക്ക് രാവിലെ പത്തിരി പരത്താനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഷർഫുഖ് കുറച്ച് ചോറെടുത്ത് കഴിച്ചിട്ട് ഷർഫുഖ പോവുകയാണ്. അതിനുശേഷം പിന്നെ ഞാൻ വേഗം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ രാവിലെ ഷർഫുഖ പോയി കഴിഞ്ഞാൽ തന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ICDSൻ്റെ ക്ലാസ് കാണുക, അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ക്ലാസ്സും എക്സാമൊക്കെ ലൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാൻ മടിയാവും. അതുകൊണ്ട് രാവിലത്തെ സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്ലാസ് 3 ക്ലാസ് ഉണ്ടാവും. 3 ക്ലാസ്സും കണ്ടതിന് ശേഷം അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് മാർക്ക് ഗൂഗിൾ ഷീറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നടക്കുന്നത് സോഷ്യോളജിയുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് ക്ലാസ് കേട്ടാൽ മതി, നോട്ട്സൊന്നും ഞാൻ കാര്യമായിട്ട് അങ്ങനെ എഴുതുന്നൊന്നുമില്ല. പിന്നെ ഓൾറെഡി ഇതിന് മുൻപ് ചെയ്തു വെച്ച കുറച്ച് നോട്ടുണ്ട്. പക്ഷേ ബാക്കിയായാലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാമെന്നുള്ളതല്ലാതെ നോട്ട്സ് വീണ്ടും വീണ്ടും എഴുതുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടില്ല കേട്ടോ. ഉള്ള നോട്ട് വെച്ചിട്ട് ക്ലാസ് കണ്ടതിന് ശേഷം അത്യാവശ്യം നല്ല ഈസി ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ ക്ലാസ് കണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അവരുടെ ടൈമാണ്. അപ്പോൾ അവർക്ക് കമ്പ്യൂട്ടറൊക്കെ കൊടുത്തു. അവർ പാട്ടൊക്കെ വെച്ചിട്ട് ഇല്ലുമിനാറ്റി പാട്ടൊക്കെ വെച്ചിട്ടും അങ്ങനെ ഇരുന്ന് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ LDCക്ക് വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കഴിഞ്ഞൊരു ഈ വീക്കിൽ 2 ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് എനിക്ക് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എവറി സൺഡേ നമുക്ക് റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആഴ്ചയിലെ കംപ്ലീറ്റ് ക്ലാസ്സുകളും കാണാഞ്ഞാൽ റിവിഷൻ എക്സാമിന് നന്നായിട്ട് മാർക്ക് കുറയും. അല്ലെങ്കിലും ഒരു 65-70 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 9-10 മിനിമം തെറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ക്ലാസ് കാണാതെ കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൽ കൂടുതൽ നെഗറ്റീവ് വരും. അപ്പോൾ പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കേണ്ടതെന്ന് കരുതിയിട്ട് ആ ക്ലാസ്സും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, അത് പഠിക്കാമെന്ന് കരുതി. അപ്പോൾ അതിൽ കുറച്ച് ലോസും സ്കീംസൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ ക്ലാസ് കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു സ്റ്റോറി പോലെയൊക്കെ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർത്തെക്കാൻ രീതിയിലുള്ള സാധനങ്ങളാണ് മൊത്തം ഉള്ളത്. മീൻസ് നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ചൈൽഡ് ലേബർ, ഡൗറി, പിന്നെ വിമൻസിൻ്റെ ചൈൽഡ് അബ്യൂസ്, വിമൻസ് ഡൊമസ്റ്റിക് വയലൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പം അതിൽ വരുന്ന സ്കീമുകളും അതുപോലെ തന്നെ നമ്മുടെ ലോസ്, ഇങ്ങനത്തെ സാധനങ്ങളും വർഷങ്ങൾ, അതിൻ്റെ പേരുകളൊക്കെ മാത്രമേ നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കേണ്ട കാര്യം വരുന്നുള്ളൂ.
ബാക്കിയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഓർത്ത് വെക്കാവുന്ന സാധനങ്ങളാണ്. ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് കറക്കി കുത്തി എടുക്കാൻ പാകത്തിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടികൾ വീഡിയോ എടുത്ത് വെച്ചേട്ടോ, ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അതാണ് ഈ കളറിലൊക്കെ ചേഞ്ചസ് വന്നേക്കുന്നത്. അവർ ഫിൽറ്ററൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് വെച്ചേക്കാണ്. അവർ സ്കൂളിലോട്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി എക്സ്ട്രാ ഞാൻ എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ എടുത്തു വെച്ച വീഡിയോ ഞാൻ അതിലോട്ട് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അവർ തുജാൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് സ്കൂൾ ഷോപ്പിങ്ങിനെ കുറിച്ചിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് നമ്മൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ഇതിൽ അവരുടേത് ഒരുപാടുണ്ട്. ഓരോ സാധനങ്ങൾ എടുത്ത് കാണിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനതെല്ലാം ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇത്തവണ വാങ്ങാത്തതെന്ന് പറയുന്നത് ടിഫിൻ ബോക്സും ബാഗും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വാങ്ങാത്തതായിട്ടുള്ളത്. ബാക്കിയെല്ലാം വാങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എന്തായാലും വാങ്ങിക്കണം. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ 1-2 ഒക്കെ മിസ്സിങ് ആയിരിക്കും. അപ്പം ഇത്തവണ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അവരുടെ കയ്യിലും പെരുന്നാൾ പൈസയും ഇതൊക്കെ ആയിട്ട് അവർ കളക്ട് ചെയ്ത് വെച്ച കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട റബ്ബർ നല്ല ക്യൂട്ടായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ അവർ അവരുടെ പൈസക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ഷെഫൊക്കെ എത്തിയപ്പോൾ പാത്തുമ്മക്ക് ഒരു ഗിഫ്റ്റായിട്ടാണ് വന്നത്. അവൾ കുറേ ആയി പറയുന്നത് ഡോക്ടർ സെറ്റ് വേണമെന്ന് പറയുന്നത്. അപ്പം ഷെഫൊക്കെ അതും കൊണ്ടിട്ടാണ് വന്നത്. ഭയങ്കര ഹാപ്പി, നല്ല എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു ആൾ. നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സംഭവം. സ്റ്റെതസ്കോപ്പൊക്കെ വെക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാം. അതിൽ മൈക്ക് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല ഹാർട്ട് ബീറ്റൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പെരും മഴയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം മഴയത്ത് എല്ലാം കണ്ട് മഴയൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കിടന്നുറങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കും. പിന്നെ നിങ്ങളോടെന്നും പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.